the start, I knew that I'd found the home for my heart. Beats fast, colors and promises. How to be brave, how can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty and all she is. I will be brave, I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. I love you for 1,000 One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more.
പിതാവായ ദൈവമേ, ലോകാരംഭം അങ്ങ് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചല്ലോ. സൃഷ്ടിജാലങ്ങളിലെല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നാൽ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വയെ സൃഷ്ടിച്ച നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഭർത്തായിയെയും റോസ്ബിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ദമ്പതികൾക്ക് അനുഗ്രഹിച്ച മിശിഹായെ ഞങ്ങൾ അങ്ങേ കാഴ്ചവെക്കുന്നു. ഇവരെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാറിയോസേപ്പെ, ദൈവമായ പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങളുടെ വിവാഹ മംഗളകർമ്മങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിലും വിജയകരമാക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ കാവൽ മാലാഖമാരെ അവരെ വിശദീകരിക്കുകയും സംരക്ഷിക്കുകയും കാത്തുരക്ഷിക്കുകയും വേണമേ. ആമേൻ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയതിനാൽ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന കലവർക്കാരന്റെ അടുത്ത് കൊണ്ടുവരുന്നുവൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണങ്ങാലിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മെതത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണിത്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. അങ്ങയുടെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ഉന്നതനായ ഹൃദയങ്ങൾ ജീവിക്കുവാൻ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ പുതുവന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കുമേ ഈ ഉദാസയുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ പുത്രരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതികരണത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നേരത്തെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ ആഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. അവരുടെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമലകൾ പോലെയുമായിരിക്കും. ഇപ്രകാരം ജീവിതത്തിന്റെ ഓരോ ദിവസവും നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ ഇത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യ നന്മകൾ നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾക്ക് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. അങ്ങയുടെ സ്വഭാവങ്ങളെ നമ്മൾ പോയി കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിലെ വസ്തുക്കളുടെയും ശൂന്യായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മൗനവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവം അദ്ഭുതം എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിലയേറിയുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആഗ്രഹവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൂടിയായ കുഞ്ഞുമുടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം.
പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനിശ്വരത്വമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശ്വസ്ത സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥാന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മകളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരത്തോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവർ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ച് അവൻ പറഞ്ഞു, എല്ലാവരും വെള്ളത്തിന് വീഞ്ഞ് ആദ്യം വിളവെന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒട്ടേറെ ബന്ധുജനങ്ങളാകാം ഒരുപക്ഷെ ഈ അടമക സമൂഹം മുഴുവനും ഒരുപക്ഷെ നിറഞ്ഞ കവിയേണ്ട ഒരു ഇടം. പക്ഷെ എന്നാലും ഒരു പ്രത്യേകപരമായ സാഹചര്യത്തിൽ ഈ ഒരു കൂതാശ, വിവാഹം എന്ന് പറയുന്ന കൂതാശ സ്വീകരിക്കാനായിട്ട് മാത്യുവിനും മേരിക്കും സാധിക്കുന്നല്ലോ എന്നൊരു ചിന്താധാരയോടെ ഈ ദേവാലയത്തിനുള്ളിൽ നിങ്ങൾക്കായിരിക്കാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് വിശ്വവിദ്യാപിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 കുടുംബവർഷമായിട്ടും വിശ്വവിദ്യാപിതാവിന്റെ വർഷമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മാത്യുവിനും മേരിയും എപ്പോഴും വിശുദ്ധ വിശ്വവിദ്യാപിതാവിന്റെ തിരുകുടുംബ പാലകന്റെ ശക്തമായ മാതൃസഹായം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് പ്രത്യേകിച്ച് വളരെ സന്തോഷമായ തന്നെയാണ് മത്തായിച്ചനെ കാണുന്നത്. ഞങ്ങളൊരു പക്ഷേ ഒരുമിച്ച് പഠിച്ചവരാണ്. നേഴ്സറി ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ കണ്ടപ്പോഴാണ്, പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, സ്വന്തക്കാരാണെന്ന് തിരിച്ചറിഞ്ഞത്.
അതിനുശേഷം അതായത് വേറെ സ്കൂളിലേക്ക് പോയി. ഞാനും വേറെ സ്കൂളിലേക്ക് വന്ന് പഠിച്ചതിന് ശേഷം വേറെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാലും സൗഹൃദങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ സെൻട്രൽ സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളിലെല്ലാം ഒട്ടേറെ സൗഹൃദത്തിന് 3-4 പേരെങ്കിലും മൗൻസ പേരും വിളി പേരുമെല്ലാം മാത്യു മത്തായിച്ചൻ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഈ ഒരു സന്തോഷം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. റോസ്മി വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് ദേവാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു ആനന്ദം ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഒരുപക്ഷെ ഒട്ടേറെ ഉൾക്കൊണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ കാണും. ഈ കല്യാണത്തിൻ്റെ ചുറ്റുപാടുകൾ കൂടുതൽ എല്ലാം മനോഹരമായിട്ട് നടക്കുമ്പോൾ ഒട്ടേറെ നിയമപരമായ ഒട്ടേറെ നൂലാമാലകളെല്ലാം ഉണ്ട്. അതിനിടയ്ക്കൊക്കെ എങ്ങനെ ഇത് നടക്കുന്ന ചിന്തയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരുങ്ങുകയായിരുന്നു. ഒരുപക്ഷെ അടുത്ത നാളുകളിൽ വിവാഹത്തിൻ്റെ ഒരുക്കമായ അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം മത്തായിച്ചന് നല്ല രീതിയിൽ തന്നെ ഇതിന് ഒരുങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള വഴി ഒരുക്കപ്പെടുകയായിരുന്നു എന്ന ചിന്തയോടെ നിങ്ങൾക്ക് ഈ സമയം മുന്നോട്ട് പരിശുദ്ധാത്മാവും ഒരുമിച്ച് വസിക്കുന്ന ഒരിടമായിട്ട്. രണ്ടാമതായി നമ്മൾ കാണുന്നത് ആദത്തിൻ്റെയും ഹവായിയുടെയും കുടുംബമാണ്. തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബമായിട്ടാണ് ആദത്തിൻ്റെയും ഹവായുടെയും കുടുംബം. തിരുസഭയാവുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അഞ്ചാമതായി നമ്മൾ കാണുന്നതിൻ്റെയും ദാവീദിൻ്റെയും എല്ലാം കുടുംബത്തിലൂടെയാണ് ദൈവം വെളിപാടുകൾ നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പ്രിയമുള്ളവർ, ഇന്നത്തെ ഈ കുടുംബ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ വിവാഹ ഉദാശയിലൂടെ നിങ്ങൾ ഒന്നാക്കപ്പെടുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം നസറത്തിലെ തിരുകുടുംബത്തെ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്രദ്ധം വായിക്കുമ്പോൾ യോസേപ്പിതാവ് പരിസകന്യാമറിയും ലോട്ടറി എടുത്തതായിട്ടോ മറ്റെന്തെങ്കിലും അവരുടെ യഹൂദപരമായ ചിന്താഗതിയിൽ ഒട്ടേറെ ദൈവിക പുണ്യങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായി. യോസേപ്പിതാവ് പരിസകന്യാമറിയത്തെയും പരിസകന്യ ബാലനായി ഈശോയെ കാണാതെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും തപ്പി പിന്നീട് തിരിച്ചു വരുമ്പോൾ പരസ്പരം വഴിചാരുന്നില്ല. യോസേപ്പിതാവിൻ്റെ കൂടെയായിരുന്നു, അല്ലെങ്കിൽ ആലോചന ചോദിച്ച കുടുംബമായിരുന്നു നസറത്തിലെ തിരുകുടുംബം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെറോദോസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ദുഷ്ടതരത്തെക്കുറിച്ച് യോസേപ്പിതാവിന് സ്വപ്നത്തിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ നല്ല വിശ്വാസ ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ചില ശോഷണം സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. എന്നാൽ സ്നേഹപൂർവ്വം ഈ യോസേപ്പിതാവിൻ്റെ കുടുംബവർഷത്തിൽ നവ്യമായ നല്ല ചിന്തകൾ, യോസേപ്പിതാവിൻ്റെ നല്ല ചിന്തകൾ മത്തായിച്ചനും മേരിക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. നവദമ്പതിമാരെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രണ്ട് ഭാഗത്തുനിന്ന് മാതാപിതാക്കന്മാരെയും മക്കളെ നല്ല രീതിയിൽ കൈപിടിച്ച് അവരുടെ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത്. അവർ മേഖലയിൽ 2 കുടുംബാംഗങ്ങളും പ്ലാത്തോട്ടം പാത്രപ്രാണി കുടുംബാംഗങ്ങൾ തങ്ങളുടെ മക്കളോടുള്ള കടമ നിർവഹിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങളാണ് ജീവിച്ചു കാണിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ, നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ മുമ്പിൽ, തിരുസഭയുടെ മുമ്പിൽ സത്യവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് കുന്നോന്നി ഇടവകയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അംഗത്തെ കൂടി ഈ ഇടവകയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. സ്നേഹപൂർവ്വം മേരിയെ, റോസ്മിയെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷപൂർവ്വം നല്ല ഒരു ഗ്രാമമാണ്. ഞാനും ഏകദേശം ഒരു 10-15 കൊല്ലം കൂടി ജീവിച്ച ആളുകളുടെയാണ്. ഇടവക മാറിയെങ്കിലും തിരുവട്ടവർ നടത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും എപ്പോഴും ഇതിലെ 7ാം ക്ലാസ് വരെ പഠിച്ച നല്ല ചൈതന്യവും പ്രത്യേകിച്ച് ആദ്യമായിട്ട് അതിർവാദം സ്വീകരിച്ചതിന് ശേഷം ആൾക്കാർ വരുന്നവരുടെ കൂടെ ഓടി നടന്ന കാര്യങ്ങളും ബന്ധുജനങ്ങളെ എല്ലാം കാണുമ്പോഴുമെല്ലാം ആ പഴയ ഒരു ഓർമ്മയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. നല്ല സന്തോഷകരമായിട്ട് ഈ ചെറിയ ഗ്രാമത്തിൻ്റെ നല്ല വിശുദ്ധപരമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് യോഹന്നാന്റെ സുവിശേഷമാണ്. അതിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം കാനായിലെ കല്യാണവേളയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചത്. നിങ്ങളുടെ ഈ വിവാഹം ഇന്ന് ഇവിടെ നടക്കുമ്പോഴും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ജപമാലയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെയൊക്കെ വിവാഹമൊക്കെ നടന്നപ്പോൾ ഒരു ജപമാല, ഉഞ്ചരിച്ച് ജപമാല വൈദികനെ ആശ്രയിച്ച് തന്നിരുന്നു. അത് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമ്മുടെ മനസ്സിലെങ്കിലും ഒന്ന് ആലോചിച്ച് പോകാൻ സാധിക്കട്ടെ. ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ വേളകളിലും പ്രതിസന്ധിയുടെ വേളകളിലും പരിശുദ്ധാമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് ദൈവതിരുക്കുമാരനെ കുറിച്ച് ചിന്തിക്കാനുള്ള നല്ല സാഹചര്യം ഒരു ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. അതിനാൽ ആ ജപമാല നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് അത് ചൊല്ലാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടും ദൈവം ശക്തമായിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി സന്തോഷകരമായ ഈ ഒരു വിവാഹോപദേശ നടക്കുമ്പോൾ എല്ലാ ദൈവിക കൃപാവലുകളും നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നൽകുന്നു. ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. വചനമനുസരിച്ച് ആത്മീയവിരുദ്ധനായ സകലരെയും ക്ഷണിക്കുന്നു. ശിവായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകപരമായ കുടുംബത്തെ ജീവൻ നയിച്ച് സ്വർഗീകൃതിയിൽ പങ്കുകാരാക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യയെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വാസത്തോടും ചാരിത്രത്തോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ
നിങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവന്മാരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദ്യ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, നിങ്ങളുടെ അടുത്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഉദാസ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. ഞങ്ങളുടെ കൃപാവനം സമൃദ്ധമായി നെൽച്ചൊറിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാത്യു, വിശുദ്ധാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സുന്ദരമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മേരി, വിശുദ്ധാരുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലാക്കിയതോടും കൂടി കുടുംബത്തിൽ നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണ വഴി തിരുസഭയെ മധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുപരമായി ഒന്നിപ്പിക്കുന്ന താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശുദ്ധതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉന്നതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശുദ്ധതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശുദ്ധതയും അടയാളമായി ഇവരെ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവനായ കർത്താവേ, ഈ മന്ത്രകോടിയെന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിലനിൽക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മനോഹരിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. തരുണാവർഷം പൊഴിയുന്നു Music
സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധമായ വരങ്ങളാലും അവിടെ നിങ്ങളെ സമനരാകട്ടെ. തിരുസഭയോടും ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ശരണപ്പെട്ടു.
സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാകുകയും ചെയ്ത കാര്യമായ ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. വിവാഹമുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ ശരീരങ്ങളെ വിശുദ്ധവും പ്രതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശനങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനവരെയും അവിടുത്തെ സ്തുതിയും ബഹുമാനവും പ്രവൃത്തിയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. officially called as Matthias Savarangul. We are extremely delighted that all of you are here to celebrate this important milestone in Matthias and Rosemary and his lives. Thank you for joining us today on such a wonderful occasion.
Ladies and gentlemen, let's put our hands together and welcome our most beautiful bride, Osmi Aini, and her ever handsome groom, Mattayachan uncle, onto the stage. For the Holy Bible, the Lord God said, "It is not good for man to be alone." As per the Holy Bible, the Lord God said, "It is not good for man to be alone. I will make a helper suitable for him." The uncle and auntie, you are here not because you met one. It's purely the plan of Almighty God. I feel this state is incomplete without your family. The reason behind what you have today and what you are today. So let us invite your parents and siblings to share this feast on this stage. Let me invite the parents of group. We welcome Rocha Papa and Lisa Maria on the stage. It's my pleasure to welcome siblings Maria and you also to the stage. Let us invite the family of the bride. With extreme happiness, we welcome Rosemary father, Mr. George Matthew, and his gracious wife, Mrs. Ricky George, onto the stage. I would also like to welcome her dear brothers, Pete George and Sean George, to be with her on the stage. രാവുകൾ പോയതും നാമറിഞ്ഞ
പോയതില്ല. പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും, പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ. ഒന്നൊന്നും മിണ്ടാതെ പോയോ. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഇരുചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ. ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താഴെ. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ ഇരുചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ. ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താഴെ. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി. തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. ഇനി എന്നുമെന്നും
ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിതിരിയുടെ കതിരൊളിയോ മറിച്ചിലൂടെ തൊഴുതുണരാനെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറും